ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി. ഒരുപാട് ഇഷ്ടായി. പറഞ്ഞു കൊടുത്തിട്ടും എത്ര നാണം കെടുത്തിയിട്ടും ഞങ്ങളുടെ വീട്ടിലെ കോഴിക്ക് ഒരു വ്യത്യാസമില്ല കേട്ടോ. രാവിലെ തൊട്ട് രാത്രി വരെ അതുപോലെ തന്നെ. അതുകൊണ്ട് എങ്ങനെയാണേലും എൻ്റെ അലാറം കറക്റ്റായിട്ട് അടിക്കുന്നുണ്ട്. ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ എഴുന്നേറ്റിരിക്കും കേട്ടോ. ഇന്നിപ്പം നമുക്കൊരു ഫേബ്രിക്കേഷൻ വർക്കുണ്ട്. അതിനുവേണ്ടി രാവിലെ അടുക്കള കയറിയതാണ്. രാവിലെ അടുക്കള കയറിയെന്ന് പറഞ്ഞാൽ പകുതി പണി മിക്കവാറും മമ്മിയാണ് ചെയ്യുന്നത്. എങ്കിലും കുറച്ചൊക്കെ തീർത്ത് വെച്ചിട്ട് വേണ്ടേ പോവാൻ. അതല്ലേ അതിൻ്റെ ഒരു മര്യാദ. ഒരു പൊടിക്കുഞ്ഞിനെ കൊണ്ട് ഇരിക്കുന്നതല്ലേ. ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചതേ മടക്കപ്പാണ്. മടക്കിയൊക്കെ എടുത്തപ്പോൾ ഏതായാലും കറക്റ്റായിട്ട് ഇതിൻ്റെ കിട്ടി കേട്ടോ. ഒരിക്കലും അങ്ങനെ പതിവുള്ളതല്ല കറക്റ്റായിട്ട് കിട്ടുക. ഇന്നിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മളീ നരിയാപുരത്തുനിന്ന് മറ്റേ ശർക്കര വാങ്ങിച്ചാണ് മടക്കപ്പം ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ് 2 തവണ ഞാൻ അവിടെ ചെന്നപ്പോഴും അത് തീർന്നു പോയി കേട്ടോ. അതുകൊണ്ട് കിട്ടിയില്ല. ഇത്തവണ പഞ്ചസാരയെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ മടക്കപ്പത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടേ കുഞ്ഞിന് ചോറ് കെട്ടി കൊടുക്കണം. അതിനുവേണ്ടി ഇന്നലെ കുറേ ചക്കക്കുരു എടുത്ത് പൊളിച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ അത് ചക്കക്കുരു മെഴുക്കുവരട്ടിയാക്കി. ഒപ്പം നമുക്കേ മുറ്റത്തുനിന്ന് നല്ല ഒന്നാന്തരൊരു കൂണും കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ കൂണ് അതിനകത്തിട്ടില്ല, അത് സെപ്പറേറ്റ് അതായിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പണിയൊക്കെ തീർത്തിട്ട് ഞങ്ങൾ രാവിലെ കടയിലെത്തിയിട്ടുണ്ട്. ഏകദേശം 9 മണി കഴിഞ്ഞു. വന്ന് സാധനങ്ങളെല്ലാം പറക്കിക്കൊണ്ടേ ഞങ്ങൾ ഇന്നൊരു സൈറ്റ് വർക്കിന് പോകണം. സൈറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയയിൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഒരു കുടുംബം കൂടിയാണ് കേട്ടോ. അങ്ങനെ സാധനം എല്ലാം പറക്കി വെച്ചാൽ മാത്രം പോരല്ലോ, എല്ലാം കെട്ടിപ്പറക്കണമല്ലോ. അതിനുവേണ്ടി അച്ചാച്ചനാണ് കയറിയേക്കുന്നത്. ഞാൻ കയറി നിൽക്കുമ്പോഴേ നാട്ടുകാർ കളിയാക്കും, വവ്വാല് ഞാന്ന് കിടക്കുന്നതെന്ന് പറഞ്ഞു. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത അച്ചാച്ചന് കൊടുക്കുന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ ചെന്ന് കുറച്ച് സാധനങ്ങളെല്ലാം പറക്കി വെളിയിലിറക്കിയിട്ട് അവിടെ ഫേബ്രിക്കേഷൻ്റെ പണി ഞങ്ങൾ തുടങ്ങുകയാണ് കേട്ടോ. ഈ ഇരുന്നേ എന്താ ചെയ്യുന്നതെന്ന് സൂക്ഷിച്ച് നോക്കിക്കോ, മനസ്സിലായിക്കോളൂ. പണിയുടെ ആദ്യത്തെ പരിപാടിയാണ് ഇതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. പണിയുടെ പകുതിക്ക് വെച്ചുള്ള പരിപാടിയാണ്. എന്നും ഉള്ളതുപോലെ മറവി രോഗം എനിക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ. അങ്ങനെ ആദ്യത്തെയൊക്കെ വീഡിയോ എടുക്കാൻ ഞാനങ്ങ് മറന്നു. തന്നെയല്ല, വീട്ടുകാരൊക്കെ എന്ത് വിചാരിക്കുന്നു ചോദിച്ചു. കുടുംബമല്ലേ, എല്ലാവരും ചോദ്യം കേൾക്കണ്ടേ. മോണിറ്റൈസേഷൻ ആയോ, പൈസ വരാൻ തുടങ്ങിയോ, എത്ര വന്നു, എന്ന് വരും, വയ്യെന്നേ, മടുത്തന്നേ, ഇതിനൊരു അവസാനം വേണ്ടേ. അങ്ങനെ ഞങ്ങൾ വർക്ക് തുടങ്ങിപ്പോയി. ആദ്യം എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞ വീഡിയോ ഇതാണ്. പ്ലെയിനായിട്ട് എടുക്കണമെന്നൊക്കെ ചിന്തിച്ച് പോയാണെങ്കിലും പ്ലെയിനായിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ വർക്ക് ഏകദേശം ഫ്രെയിമൊക്കെ വെച്ച് ഡോറെല്ലാം സെറ്റ് ചെയ്തു. അതിനുശേഷം അതിനകത്ത് കുറച്ച് പണിയുള്ളത് മൊത്തം എനിക്കാണ് കേട്ടോ. അങ്ങനെ ലാഡർ എടുത്ത് തന്നു. കയറി നിന്ന് ചെയ്തോളാൻ പറഞ്ഞു. എന്താണെന്നറിയില്ല, ഈയിടെയായിട്ടേ അച്ചാച്ചൻ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പണി പകുതിക്ക് എന്നെ അങ്ങ് ഏൽപ്പിക്കാനാണോ, അതല്ല കടയിന് എൻ്റെ മണ്ടയ്ക്ക് എഴുതി തരാനാണോ എന്നൊരു സംശയമുണ്ട് എനിക്ക് കേട്ടോ. കട നമ്മുടെ അല്ല കേട്ടോ, എഗ്രിമെൻ്റ് എഴുതി തരുന്ന കാര്യമാണ് പറഞ്ഞത്. അതോ പുതിയ കടയെടുപ്പിച്ച് എന്നെ കൊണ്ട് വേറെ വർക്ക് തുടങ്ങിക്കാനാണോ എന്നും എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഇതിൻ്റെ മണ്ടേ കയറി ബാക്കിയുള്ള പരിപാടി റിബറ്റടി മൊത്തം എനിക്കാണ് കേട്ടോ. ഏണിപ്പുറത്ത് കയറാൻ നാണമില്ലേന്ന് ചോദിച്ചാൽ എന്തിനു നാണിക്കണം, ഞങ്ങളുടെ ഏണിയല്ലേ, ഞാനെന്തിനാ കാണിക്കുന്നേ. അച്ചാച്ചൻ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഓരോന്നായിട്ട് ചെയ്ത് തീർക്കുന്നുണ്ട് കേട്ടോ. ഈ പരിപാടി മിക്കവാറും എനിക്കാണ് കിട്ടാറ്. കാരണം നമ്മൾ വലിയ പ്രൊഫഷണൽ അല്ലേ. ഇന്ന് തുടങ്ങിയവർക്ക് ഇതൊക്കെ മതി, അപ്രൻറ്റീസ്. എനിക്ക് പണ്ടേ ഏണി കാണുമ്പോൾ ഏണിപ്പുറത്തൊന്ന് വലിഞ്ഞു കയറണം. അത് കുഞ്ഞുനാൾ മുതലുള്ള ശീലമാണ്. ഈ മരത്തെ വലിഞ്ഞു കയറാനും ഏണിപ്പുറത്ത് കയറാനും ഭയങ്കര താല്പര്യമാണ്. പണ്ടേ വീട്ടിൽ കുരുമുളക് കുറയ്ക്കുന്ന സമയമാകുമ്പോൾ കറക്റ്റായിട്ട് എങ്ങനെയെങ്കിലും ഒരു ഏണി സംഘടിപ്പിച്ച് ഞാൻ അതിലൊന്ന് വലിഞ്ഞു കയറും. അങ്ങനെ ഒരു ദിവസം എൻ്റെ അപ്പം പൊക്കി അതോടെ ഏണിപ്പുറത്തെ പരിപാടി നിന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ അഭിമാനത്തോടെ ഇന്നാണ് ഏണിപ്പുറത്ത് നിൽക്കുന്നത്. ഇപ്പോൾ ഏകദേശം 12:30 അടുപ്പിച്ച സമയമായിട്ടുണ്ട്. വയറ്റിൽ നിന്ന് എന്തെന്നില്ലാത്തൊരു കാളൽ. അതല്ലേലും 1 മണി സമയത്ത് എൻ്റെ വയറ്റിൽ അലാറം വിഴുങ്ങിയ അവസ്ഥയാണ്. എന്തോ ഭയങ്കര കത്തലും കാളലുമാണ്. അങ്ങനെ അവിടുത്തെ പരിപാടികൾ ഏകദേശമൊക്കെ തീർന്നു വരുന്നുണ്ട് കേട്ടോ. ഇനിയും വീട്ടിൽ പോയി ആഹാരം കഴിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ കുടുംബത്തെ അമ്മച്ചി വിടത്തില്ല. എന്ത് ചെയ്താൽ ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന്. അത് മോശമല്ലേ, നമ്മുടെ വീട്ടിൽ പോയി കഴിക്കാമല്ലോ എന്ന് ചിന്തിച്ച് വീണ്ടും ചോദിച്ചപ്പോഴും അതെന്താ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. ഒന്നുമില്ല, സന്തോഷം. പോയി കൈ കഴുകിയിരുന്നു. അടിപൊളിയായിട്ട് നല്ല ഒന്നാന്തര ഫുഡും കൊണ്ടുത്തന്നു കേട്ടോ. ഇനി റിബറ്റടിച്ച് ഇറങ്ങി വീട്ടിൽ പോകണം. ഇത് തീർത്തിട്ട് വേണം അടുത്ത പരിപാടിയുണ്ട് വീട്ടിൽ ചെന്നിട്ട്. നാളെ ഇനി ഡ്യൂട്ടി ചെയ്യണം. ഡ്യൂട്ടിക്ക് പോകണമെങ്കിലേ വൈകിട്ടെല്ലാം അരിഞ്ഞ് പറക്കി സെറ്റാക്കി വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ രാവിലെ 8 മണി ഡ്യൂട്ടിയാണേ, 7:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം.
അങ്ങനെ വരുമ്പോൾ ഒരു കാരണവശാൽ എല്ലാം റെഡിയാക്കി എനിക്കിറങ്ങാൻ പറ്റത്തില്ല. കുഞ്ഞുമാമ നിർബന്ധം കൂടാണെങ്കിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അങ്ങനെ ഇവിടുത്തെ പരിപാടി തീർത്തിട്ട് നമുക്ക് അടുത്തൊരു സൈറ്റ് ഉണ്ട് കേട്ടോ. അത് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെച്ചേക്കാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ എൻ്റെയും കൂടെ ലീവും ഓഫും നോക്കിയാണ് ഇപ്പോൾ വർക്കുകൾ തീർക്കാനുള്ളത് നമ്മൾ നോക്കുന്നത്. അത്യാവശ്യം ചെറിയ ചെറിയ വർക്കുകളൊക്കെ അച്ചാച്ചൻ പോയി ചെയ്യും. പോരാതെ ഇങ്ങനെ കയറാനും എടുക്കാനുള്ളത് ഒരാളുടെ സഹായം ഇല്ലാതെ പറ്റില്ല എന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനാണ് കൂടെ പോവാറ്. പിന്നെ ഇതിനകത്ത് വലിയ ആത്മാഭിമാനത്തിൻ്റെ കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏത് സ്ത്രീകൾക്കും എന്തും ചെയ്യാം. ഇന്നേ നമ്മുടെ തെങ്ങിൽ വരെ സ്ത്രീകൾ വലിഞ്ഞു കയറുന്ന സമയമാണ്. പിന്നാണ് ഒരു ഏണിപ്പുറത്തല്ലേ. അങ്ങനെ ആ പരിപാടി ഏകദേശം ഇവിടെ തീർത്തു തുടങ്ങി കേട്ടോ. കുഞ്ഞുനാളെ എല്ലാവരും പറയുമായിരുന്നു പഠിച്ച് പഠിച്ച് വലിയ നിലയിലെത്തണമെന്ന്, നിനക്ക് ഭയങ്കര കഴിവുണ്ടെന്ന്. സത്യം പറഞ്ഞാലേ ചുമ്മാ അവർ കിളത്തിയതായിരുന്നു. അങ്ങനെ പഠിച്ച് പഠിച്ച് വലിയ നിലയിലൊന്നും എത്തിയില്ലെങ്കിലും ഈ ഏണിയുടെ മണ്ടേ നിലയിൽ ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവരേക്കാളും ഹൈറ്റിൽ നിന്ന് ഇത് ചെയ്യാനുമായിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴൊരു കാര്യം ഓർത്തേ. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഞാൻ അങ്ങോട്ട് വീഡിയോ ഇട്ടപ്പോഴേ എന്നോടൊരു ചേട്ടൻ ചോദിച്ചു, അതെന്താ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടോന്ന്. ചേട്ടാ, ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടല്ല കേട്ടോ, നമുക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ നമ്മൾ ഇതുമായിട്ട് അങ്ങ് ചിലവാക്കി അങ്ങ് പോവാണ്. ഞങ്ങൾ 7 വർഷം കൊണ്ട് തുടങ്ങിയ കടയാണെങ്കിലും ഏകദേശം ഒരു അത്യാവശ്യ സാഹചര്യം വന്നപ്പോൾ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചാണ്. അതുകൊണ്ട് ചിലരൊക്കെ ആദ്യമൊക്കെ കളിയാക്കുമെങ്കിലും ഇപ്പം ആർക്കും അതൊരു കാര്യമല്ലാതായിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ എല്ലാം ദൈവം തമ്പുരാൻ അങ്ങ് നടത്തുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എൻ്റെ റിബറ്റിൻ്റെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു. നിങ്ങൾ ആ വർക്ക് ഫിനിഷ് ചെയ്ത് ഇറങ്ങുകയാണ് കേട്ടോ. നിങ്ങൾ ആദ്യം കണ്ട ആ ഫ്രെയിമില്ലാത്ത സാധനമാണ് ഇപ്പോൾ ഫ്രെയിമായിട്ട് വൃത്തിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുമായിട്ട് നാണമില്ലാതെ ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ നിന്നേക്കണേ. കട്ടയ്ക്ക് കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം. എൻ്റെ തെറ്റുകൾ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ താങ്ക് യു.